അതുപോലെ തന്നെ ജുഡീഷ്യൽ മെമ്പർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ജസ്റ്റിസ് PR രാമൻ അവരും ബഹുമാനീയനായ ശ്രീ ജോസ് കെ മാണി MP, ബഹുമാനീയനായ അഡ്വക്കേറ്റ് മോഹൻ ജോസഫ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ സ്നേഹപ്രകടനങ്ങളുടെ മുന്നിൽ ഭാഗവതത്തെയും ഭാഗവത ഭക്തരെയും ആദരിക്കുന്ന നല്ല മനസ്സുകളുടെ മുന്നിൽ ഞങ്ങൾ ശിരസ് വയ്ക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. Delighted to be here this evening on the occasion of the 98th birthday celebration of Bhagavata Hamsa, Sri Shankaranamurti. A human being living for 90 years itself is an achievement. And living 90 years usefully to the society is a further achievement. When the life spread over the 90 years, spent in the contemplation of well-being of the society, naturally brings a great deal of motivation to the person who led such a life. The gathering today, the program, there is a group of such veneration just around Sri Shankaranamurti. I don't know for all this, I guess anymore. My salutations to Sri Shankaranamurti and my congratulations to the organization for this evening. And I thank each one of you for the invitation. Thank you. ജസ്റ്റിസ് PR രാമൻ അദ്ദേഹത്തെയും പൊന്നാളിയപ്പോൾ മണിയൂരിൽ ആദരിക്കുകയാണ്. വർണ്ണപ്പകിട്ടാർന്ന ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ഈശ്വരനെ തൊടുന്നതിന് തുല്യമായ ഒരനുഭൂതിയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. 90 വയസ്സിലേക്ക് കിടക്കുമ്പോഴും ഓരോ വർഷം ചെല്ലുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖം, തിരുമേനിയുടെ മുഖം എത്രയോ പ്രകാശമേറിയതാകുന്നു
മനസ്സിലാക്കുകയാണ്. അത്രമാത്രം പരിശുദ്ധമാണ് അദ്ദേഹത്തിന്റെ ഹൃദയം, അതുകൊണ്ട് മാത്രമാണ് അത് സാധിക്കുന്നത്. 90 വയസ്സിലേക്ക് കിടക്കുമ്പോഴും ആത്മീയ മണ്ഡലത്തിലെ തിളക്കം കൊടുക്കുവാനായിട്ട് ഇപ്പോഴും ശക്തിയാർജിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയും. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഈ ആഘോഷ പരിപാടികൾ ജനുവരി 31 മള്ളിയൂർ തിരുമേനിയുടെ ജന്മദിനത്തിലാണ് യഥാർത്ഥത്തിൽ നവതി ആഘോഷത്തിന്റെ മുഖ്യ സമ്മേളനം ഇവിടെ ചേരുന്നത്. ജനുവരി 31 ഒരു മനുഷ്യ മഹാസമുദ്രമായി ഇവിടെ മാറും എന്നുള്ളത് എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. ഇപ്രാവശ്യം നവതി ആഘോഷങ്ങളുടെ പ്രത്യേകതയിൽ നവതിയുടെ നിറവിൽ നടക്കുന്ന സമ്മേളനം എന്ന നിലയിൽ ജനുവരി 31 രാവിലെ 10 മണിക്ക് ഇവിടെ നടക്കുന്ന സമ്മേളനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ പ്രാധാന്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇന്ന് ഈ സമ്മേളനം നടക്കുന്നത്. ഇത്രയേറെ ആധ്യാത്മിക ആചാര്യന്മാർ ഇവിടെ ആധ്യാത്മിക ചൈതന്യത്തോടുകൂടി ഇവരെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ, ഈ വേദി ഇത്ര അനുഗ്രഹീതമായി ഇരിക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു തുടക്കം ഇവിടെ നിന്നുണ്ടാവുകയാണ്. 31-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഓരോ ദിവസവും വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ട് അതെല്ലാം ആവർത്തിച്ച് വിശദമാക്കുവാൻ ശ്രമിക്കുന്നില്ല. ചീഫ് ജസ്റ്റിസ് അടക്കം, പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി MP അടക്കം, ബഹുമാനിയായ മറ്റു വിശിഷ്ടാതിഥികൾ അടക്കം ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങ് എന്ന നിലയിൽ ദീർഘമായ ഒരു അനൗൺസ്മെന്റ് വിളംബരം ആദ്യം നടത്തുന്നതിൽ അപാകതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. കേന്ദ്രമന്ത്രി ശ്രീ വീരപ്പ മൊയ്ലി മുതൽ കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാന മന്ത്രിമാർ, കേരളത്തിന്റെ ആധ്യാത്മിക രംഗത്ത് ഏറ്റവും തിരുമേനിയുടെ ആധ്യാത്മിക ചൈതന്യത്തിന്റെ നിറവിലാണ്. നമ്മുടെ ഹൃദയോദ്ധാരണത്തിൽ തളർന്നുകിടക്കുന്ന ആ ഭക്തിജ്ഞാനവൈരാഗ്യങ്ങളെ യശോദ രാമകൃഷ്ണന്മാരെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് പോലെ ഭക്തി സുഖവും കരുണ പ്രേമയിലേക്കുള്ള സഹകാരിരാശി എന്ന മട്ടിൽ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതിന്